അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഇന്ന് നമുക്ക് പറയാനുള്ള ഭാഗം, നമ്മളെ റിവിഷൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് എന്താണ്? അർബഅത്തും മിൻ കുതുബി, ആ ഭാഗമല്ലേ? അർബഅത്തും മിൻ കുതുബിൻ തഫ്സീലുഹാ തൗറാത്തു മൂസാ ബിൽ ഹുദാ തൻസീലുഹാ സബൂറു ദാവൂദു വ ഇൻജീലുൻ അലാ ഈസാ വ ഫുർഖാനുൻ അലാ ഖൈറിൽ മലാ വസുഹുഫുൽ ഖലീലി വൽ കലീമി ഫീഹാ കലാമുൽ ഹക്കമിൽ ആലീമി. അവിടെ ആ വരികളാണ് എന്ത്? ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നത്, കുത്തുബുകളെക്കുറിച്ച്. ആ ഭാഗമാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മൾ പറഞ്ഞു എന്താ, അള്ളാഹുവിനെക്കുറിച്ച്, നബിയന്മാരെക്കുറിച്ച്, അവരെക്കുറിച്ചും അവർ വന്നു പോയതും 25 പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ഒരു മുക്കല്ലഫായ മനുഷ്യൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രവാചകന്മാർക്ക് അള്ളാഹു താല കൊടുത്ത ഗ്രന്ഥങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതാണ് പറയുന്നത് അർബഅത്തും മിൻ കുതുബിൻ തഫ്സീലുഹ തൗറാത്തു മൂസാ ബിൽ ഹുദാ തൻസീലുഹ എന്നുള്ളത്. 4 കിതാബുകളും ആ കിതാബുകളുടെ വിശദമായിട്ട് അതിൻ്റെ പേരുകളൊക്കെ അറിയൽ നിർബന്ധമാണ്. തൗറാത്താണത്. ഒന്നാമത്തെ എന്താണ്? തൗറാത്തു മൂസ. അർബഅത്തു മിൻ കുതുബിൻ, കിതാബുകളിൽ നിന്ന് 4 ആകും. തഫ്സീൽ, അതിൻ്റെ വിശദീകരണമാകുന്നത് തൗറാത്ത് മൂസ നബി കൊടുത്ത തൗറാത്താണ്. ബിൽ ഹുദയായിട്ടാണ് തൻസീലു, അതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഇതിൽ പറയുന്നത് തൗറാത്ത് ഇറക്കി ആയിരിക്കും മൂസാ നബിക്ക് എന്നാണ് ആശയം. അപ്പോൾ അതിന് പരിശുദ്ധ ഖുർആൻ തെളിവുണ്ട്, ഇന്നാ അൻസൽനാഹു തൗറാത്ത ഫീഹി ഹുദൻ വനൂർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹുദൻ എന്ന് ബിൽ ഹുദ തൻസീലുഹ എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല മുസന്നിഫ്. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹുദ കൊണ്ട് ഇറക്കി എന്നർത്ഥം. പിന്നെ ബാക്കി കിതാബുകൾ പറയുകയാണ് എന്ത്? സബൂർ ദാവൂദ വ ഇൻജീലുൻ അലാ ഈസ വ ഫുർഖാൻ അലാ ഖൈറിൽ മല. സബൂർ ദാവൂദ് അലൈഹി ഇസ്ലാമിന് കൊടുത്ത സബൂർ എന്ന ഗ്രന്ഥവും ആണത്. പിന്നെ അതുപോലെ തന്നെ വ ഇൻജീലുൻ അലാ ഈസ നബി കൊടുത്ത ഇൻജിൽ എന്ന ഗ്രന്ഥവുമാണത്. അതുപോലെ തന്നെ ഫുർഖാൻ അലാ ഖൈറിൽ മല, ലോകരിൽ ഏറ്റവും ഹൈറായ, അൽ മല പറഞ്ഞ ലോകർ, അതിലേറ്റവും ഹൈറായ നബിക്ക് ഇറക്കിയ പരിശുദ്ധ ഖുർആനുമാണ്, ഫുർഖാനുമാണത് എന്നാണ് പറയുന്നത്. അവലുഹ തൗറാത്ത് അൽ മുനസ്സില ഫിൽ അൽവാഹി അല മൂസ വകതബന ഫിൽ അൽവാഹ. അങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ ഗ്രന്ഥം ഏതാണ്? സബൂർ. ആർക്ക്? ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഇറക്കി. അതിൻ്റെ പരിശുദ്ധ ഖുർആനിലെ തെളിവ് എന്താണ്? ആതൈനാഹു ദാവൂദ് സബൂറൻ, ദാവൂദ് നബിക്ക് സബൂറിനെ കൊടുത്തു എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ എന്താണ്? ഇൻജിൽ. ആർക്കിറങ്ങിയ? ഈസ അലൈഹി ഇസ്ലാമിന്. പരിശുദ്ധ ഖുർആൻ പറയുന്നു വഖഫൈന അല ആഥാരിഹിം ബിഈസ ഇബ്നു മറിയം വആതൈനാഹുൽ ഇൻജില. ഇതും പരിശുദ്ധ ഖുർആൻ തെളിവ് അടിസ്ഥാനത്തിലാണ്. നാലാമത്തെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അൽ ഫുർഖാൻ ലദീ ഹുവൽ ഖുർആനുൽ മുനസ്സൽ അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. ഇതിൽ പറയുന്ന ആരെയാണ്? നമ്മുടെ നബിക്ക്, തൻ്റെ അടിമയ്ക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കിയ. ഇന്ന് നമ്മുടെ മുഹമ്മദ് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാതെ അബ്ദി, തൻ്റെ അടിമ എന്ന് വളരെ സ്നേഹത്തോടെ വളരെ മാന്യമായിട്ടാണ് മറ്റു നബിമാരെ പറയുന്നതിന് പകരമായിട്ട് അബ്ദി എന്ന് ഉപയോഗിച്ചത് നമ്മുടെ നബിയെയാണ്. അങ്ങനെ അലാ ഖൈറിൽ മല എന്നുള്ളത് അഫ്ദൽ മഖ്ലൂഖിൻ, ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠവനായ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ മറ്റു കുറച്ച് സുഹ്ഫുകളുണ്ട്, കുറച്ച് ഏടുകളുണ്ട്. ഗ്രന്ഥങ്ങൾ വേറെ, ഏടുകൾ വേറെ. ആ ഏടുകളെക്കുറിച്ചൊന്ന് പറയാണ്. സുഹ്ഫുൽ ഖലീലി വൽ കലീമി ഫീഹാ കലാമുൽ ഹാക്കമിൽ ആലിമി. അങ്ങനെ ഒരു മുക്കല്ലഫായ മനുഷ്യന് ഗ്രന്ഥങ്ങളുണ്ടെന്ന് പറയും മനസ്സിലാക്കൽ നിർബന്ധമായതുപോലെ തന്നെ എന്താണ്? ഏടുകളെ കുറിച്ചും അറിയൽ നിർബന്ധമാണ്. ആർക്കിറക്കി? ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇറക്കിയ. അൻസല സൂഫൻ കബല തൗറാത്തി. ഈ തൗറാത്ത് മൂസാ നബിക്ക് ഇറക്കുന്നതിന് മുമ്പാണ് ആർക്ക്? ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൊടുത്ത ഗ്രന്ഥങ്ങൾ, ഏടുകളുള്ളത്. അതിന് പരിശുദ്ധ ഖുർആൻ തെളിവുണ്ട്. ഇന്ന ഹാദാ ലഫി സുഹ്ഫിൽ ഊല സുഹ്ഫി ഇബ്രാഹിം വ മൂസ എന്നുള്ള ആയത്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നർത്ഥം. പിന്നെ ഇവിടെ ആർക്ക് കൊടുത്ത? ഇബ്രാഹിം നബി കൊടുത്ത. അതുപോലെ തന്നെ ബിൽ കലീം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അങ്ങനെ ഖലീലാല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കൊടുത്ത, മൂസ നബിക്ക് കൊടുത്ത കുറച്ച് ഏടുകളും എന്നൊക്കെ അർത്ഥം. ഇബ്രാഹിം അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാമും എന്തൊക്കെ സായൽ കുത്തുബിൻ അൻസലാൽ അംബിയാ മുസ്ലിം വലമ്മ. ഏതായാലും ഇവർക്കൊക്കെ ഇറക്കിയ ഏടുകളും ഉണ്ടെന്ന് മനസ്സിലാക്കുക ആരാണ്? മുക്കല്ലഫായ ഒരു മനുഷ്യനിക്ക് നിർബന്ധമാണ്. ഇബ്രാഹിം നബിക്ക് ഏടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കൽ ഫിഹ. അതിലുള്ളത് എന്താണ്? കലാമുൽ ഹക്കം, അള്ളാഹുവിൻ്റെ ഹക്കമായ, ഏറ്റവും വലിയ നീതിമാനായ അള്ളാഹു, അൽ അലീം, എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ കലാമുകളാണ് അതിലുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. പിന്നെ അടുത്തത് പിന്നെ പറഞ്ഞാൽ എന്താ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്തൊക്കെയാണ് കൊണ്ടുവന്നത് അതിന് വിശദമായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. വകുല്ലു മാ താബിഹി റസൂലു ഫഹഖുഹു തസ്ലീമു വൽ ഖബൂലു.
എന്ത് അള്ളാഹുവിൽ നിന്നും ആര് കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കൽ എല്ലാവർക്കും മുക്കല്ലഫായ ഒരു മനുഷ്യനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. യഅ്തഖിദ സിദ്ഖ മാ അതാ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമൻ ലിദാലിക വഖാബിലൻ ലഹു മുസല്ലിമൻ ലിദാലിക വഖാബിലൻ ലഹു മഅൽ ഇദ്ആനി വരിള. പരിപൂർണ്ണ തൃപ്തിയോടുകൂടെ പരിപൂർണ്ണ അംഗീകരിക്കലോടുകൂടെ നബി എന്ത് കൊണ്ടുവന്നോ അത് അപ്പടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. വഹക്കുഹു തസ്ലീമു, അതിനെ അണ്ട് സ്വീകരിക്കണം, അതിനെ അണഞ്ഞും കൂട്ടി സ്വീകരിക്കണം. വൽ ഖബൂൽ, അതുപോലെ തന്നെ വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. കുല്ലുമാ തബീർ റസൂൽ, പ്രവാചകൻ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഹക്കുഹു, അതിൻ്റെ ഹക്ക് എന്താണ്? തസ്ലീം, അതിനെ സ്വീകരിക്കലും വാസ്തവമാക്കലും വൽ ഖബൂൽ തസ്ദീഖ് ചെയ്യലുമാണ് എന്നർത്ഥം. പിന്നെ അടുത്ത എന്താ പറയുക, ആഖിർ നാളിലുള്ള വിശ്വാസവും ഒരു മുക്കല്ലഫായ മനുഷ്യനിക്ക് നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ഈമാനുനാ ബി യൗമി ആഖിരിൻ വജബ് കുല്ലി മാ കാനാ ബിഹി മിനൽ അജബ്. ഈമാനുന, നമ്മുടെ വിശ്വാസം ബി യൗമി ആഖിരിൻ, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസമാകുന്നത് വജബ്, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ കുല്ലി മാ കാനാ ബിഹി മിനൽ അജബ്, അത്ഭുതങ്ങളുള്ള കാര്യങ്ങളെ വിശ്വസിക്കലും നമുക്ക് നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ആഖിർ നാളുണ്ടാവും, അതെന്താണ്? യൗമിൽ ഖിയാമയാണ്. അതുപോലെ തന്നെ വായുമിന ബിഹി വബിജമിയലുമിൽ വാഖിഅ, അന്ന് നടക്കുന്ന എല്ലാ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞത്. ഏതൊക്കെ? മിൻ ഇഹ്യാ ഇല്ലാഹി തആല ജമിഅൽ ഖൽഖ്, ലോകരെല്ലാം അല്ലാഹു തആല പുനർജീവിപ്പിക്കും അല്ലേ. അതുപോലെ തന്നെ നന്മ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു ജസാ നൽകും. അതുപോലെ അവർക്ക് അവരുടെ വലത് കയ്യിൽ കിതാബ് നൽകപ്പെടും. ചീത്ത ആളുകളാണെങ്കിൽ ശിക്ഷ കിട്ടും, അവരുടെ ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെടും. അതുപോലെ തന്നെ മീസാനും വസനും തൂക്കലും, അതുപോലെ തന്നെ അവിടെ ഒരുമിച്ച് കൂടലും, അതുപോലെ സൂര്യൻ്റെ ചൂടും, അങ്ങനെ തുടങ്ങി അവരുടെ വിയർപ്പുകൾ അവരുടെ അവരുടെ നന്മക്കനുസരിച്ച് അവരുടെ വിയർപ്പുകളിൽ മുങ്ങിക്കുളിക്കുന്നതും, അതുപോലെ സിറാത്തിൻ്റെ മുകളിലൂടെ അങ്ങ് നടന്നു പോകുന്നതും, സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നതും നരകത്തിൻ്റെ ആളുകൾ നരകത്തിൽ കടക്കുന്നതും, ഹൗദിൻ്റെ അടുക്കൽ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുമിച്ച് കൂടി നബിയുടെ ഹൗദിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ വെള്ളം കുടിക്കുന്നതും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതും, എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും ഞാൻ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെ? അറളും വ മീസാനും വ ഹിസാബുനും തുടങ്ങി എല്ലാ വരികളും, അതാ വരികൾ നമ്മുടെ ഈ പുസ്തകത്തിലില്ല. ഏതായാലും ആ വരികളും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ? ആ വിഷയങ്ങൾ ഇതിൽ ഒഴിവാക്കിയതാണ്, അത് ഈ ഇവിടെ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? അറളുൻ വ മീസാനുൻ ഹിസാബുൻ വൽ കുതുബു ഹൗലുൻ സിറാത്തുൻ ജന്നത്തുൻ നാറുൽ ലഹബ്. അറള്, ജനങ്ങളൊക്കെ എല്ലാവരെയും ഒരുമിച്ച് കൂടി ഹിസാബിന് വേണ്ടി ഒരുമിച്ച് കൂടുക. എന്നിട്ട് മീസാൻ എന്ന് പറഞ്ഞാൽ തിന്മകളൊക്കെ തൂക്കി നോക്കുക. ഹിസാബ് എന്നാൽ കണക്കാക്കുക, നന്മകൾ ഇത്രയുണ്ട് തിന്മകളുണ്ട് എന്നൊക്കെ. അതുപോലെ തന്നെ കുത്തുബ് പറഞ്ഞാൽ എന്താണ്? അവരുടെ നന്മകൾ തിന്മകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊക്കെ അവർക്ക് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഹൗല്, ആരുടെ അടുത്തുള്ള? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ഹൗല്. അതുപോലെ തന്നെ സിറാത്ത് പാലം, അതുപോലെ തന്നെ ജന്നത്ത് സ്വർഗം, അതുപോലെ കത്തിയാളുന്ന നരകം. അതുപോലെ ഇനി അടുത്തെന്താണ്? അവിടെ നിൽക്കുന്ന മലായിക്കത്തുകൾ, നരകത്തിൻ്റെ കാവലായിട്ടുള്ള സ്വർഗത്തിൻ്റെ വാതിലുകൾ, അതൊക്കെ. വസബഅത്തുൻ അബ്വാബുഹ അലൈഹ തിസ്അത അശറ മാലക്കൻ ലദൈഹ എന്ന് പറഞ്ഞത്. അതിൻ്റെ വാതിലുകൾ എത്രയാണ്? 7 വാതിലുകളാണ്. 19 മലക്കുകൾ അതിൻ്റെ അടുത്തുണ്ട് നരകത്തിൻ്റെ. പിന്നെ എങ്ങനെ വന്നിട്ട് എവിടെ? അലൈഹ ഇങ്ങനെ വന്നിട്ട് തിസ്അത അലൈഹ ഫീഹ. ഇവിടെ എന്താണ്? അവിടെ എന്തിൻ്റെ മലക്കുകളുണ്ട് എന്നർത്ഥം. പിന്നെ വല്ല അർഷ് വൽ കുർസു, അതുപോലെ തന്നെ അർഷ്, കുർസ്, ലൗഹ്, കലമ്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർഷിനെ വഹിക്കുന്ന മലക്കുകൾ തമാനിൻ, അവർ 8 ബിഹുക്കുമിൻ, അള്ളാഹുവിൻ്റെ ഹുക്കും അടിസ്ഥാനത്തിൽ 8 എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി നബിയുടെ ഉപ്പമാരെ പറ്റി വല്യപ്പമാരെ പറ്റിയൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഇതൊക്കെ അറിഞ്ഞ പോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചും നബിമാരെക്കുറിച്ചും നബിമാർക്കിറക്കിയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആഖിർ നാളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിയണം, അവ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. എന്നതുപോലെ തന്നെ നബിയെക്കുറിച്ചും ഒരു മുക്കല്ലഫായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. അതും അറിയൽ നിർബന്ധമാണ്. ഇതിലുള്ള വരികൾ ഏതാണ്? ഇശ്റൂന ജിദാദുൻ നബിയിൽ മുസ്തഫ അസ്മാഉഹും മഅറൂഫത്തും ബിലാ ഖഫ എന്ന് പറഞ്ഞത്. ഇശ്റൂന ആബാഉ അല്ലെങ്കിൽ അജിദാദു, നബിയുടെ വല്യപ്പന്മാർ എത്രയാണ്? 20 അസ്മാഉഹും, അവരുടെ പേരുകൾ മഅറൂഫത്തുൻ, അതൊക്കെ അറിയപ്പെട്ടതാണ്, ബിലാ ഖഫ, അതിലൊന്നും ഒരു സംശയവുമില്ല എന്നാണ് പറഞ്ഞത്.
അങ്ങനെ തുടങ്ങിയിട്ട് നബിയുടെ ഉപ്പമാരൊക്കെ മൊത്തം പറയുന്നുണ്ട്. ഇത് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫു മുൻതസിബ് ചേർക്കപ്പെട്ട. മുൻതസിബിൻ്റെ അർത്ഥം എന്താണ്? മുത്തസിലുൻ ചേർക്കപ്പെട്ട എന്നർത്ഥം. പിന്നെ ഖുസൈ ഖിലാബും മുറത്തും കാബുൽ ലുഗയ്യ് വാലിബ് ഫിഹർ മാലിക് നളർ ഉഹയ്യ് കിനാനത്ത് ഹുസൈമത്ത് മുദിരിക്ക ഇല്യാസു സുമ്മ മൂലർ കുൻ മുദിരിക്ക. കുൻ മുദിരിക്കാന നീ മനസ്സിലാക്കുന്നവനാവുക എന്നാണ് പറഞ്ഞത്. പിന്നെ നീസാറുഹും നീസാറുഹും അദ്ദുഹും മദ്നാനു അല്ലെങ്കിൽ അദ്ദുഹും മദ്നാനു തർത്തീബുഹും ആതാബിഹി തിബിയാനു. ഓക്കെ, അങ്ങനെ വന്നിട്ട് നിസാർ മാദ് അദ്നാൻ അവിടെ എത്തി. പിന്നെ തർത്തീബുഹും ഇവരുടെ ക്രമം ആതാബിഹി തിബിയാനു. തിബിയാൻ എന്ന പുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുണ്ട് എന്നർത്ഥത്തിലേക്ക്. പിന്നെ അടുത്ത എന്താണ്? നബിയുടെ ഉമ്മയെക്കുറിച്ചാണ്. ഉമ്മുഹു ആമീനത്തു സുഹരിയ അർലഅഹു ഹാലിമത്തു സഅദിയ. നബിയുടെ ഉമ്മ ആമീന ബീവി, നബിക്ക് മുല കൊടുത്തത് ഹലീമ ബീവി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് അവിടെ. ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഒരു മുക്കല്ലഫായ മനുഷ്യൻ. നബിയെക്കുറിച്ചും നബിയുടെ ഉമ്മയെക്കുറിച്ചും നബിയുടെ ജീവചരിത്രമൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഖുറൈഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ജമാഅത്ത് മിൻ ഖുറൈശുകളിൽപ്പെട്ട എന്നർത്ഥത്തിന് കേട്ടോ. പിന്നെ ഹലീമത്ത് സാദിയാണ് ആരെ? ബനി സാദ് ഗോത്രത്തിൽപ്പെട്ട ബനി സാദ് ബിൻ അബി ബക്കർ. ഓക്കെ, പിന്നെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച എവിടെയാണ്? മൗലിദുഹു ബി മക്കത്തിൽ ആമീന വഫാത്തുഹു ബി ത്വയ്ബത്തിൽ മദീന. ഏറ്റവും നല്ല മദീനയായ ത്വയ്ബത്തിൽ ഏറ്റവും നല്ല സ്ഥലത്തായ അവിടെയാണ് വഫാത്തുണ്ടായത്. അതും ഒരു മുക്കല്ലഫായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുലിദ മക്കയിൽ ജനിച്ചു. അതുപോലെ തവഫാഹുല്ലാഹുൽ മദീന, മദീനയിൽ വെച്ച് അല്ലാഹു തആലയുടെ അടുത്തേക്ക് യാത്രയായി. പിന്നെ വഹി കിട്ടിയത് 40-ാം വയസ്സിലാണ്. അതുപോലെ തന്നെ അവസാനം വഫാത്താകുന്ന സമയത്ത് 60 വയസ്സും പിന്നിട്ടിരുന്നു. അതമ്മ ഖബ്ലൽ വഹി 40, വഹീൻ്റെ മുമ്പ് പൂർത്തിയാക്കിയിരുന്നു 40, 40 വയസ്സ്. ഉംറുഹു അദ്ദേഹത്തിൻ്റെ വയസ്സ് ഖദ് സിത്തീന, വഫാത്താകുന്ന അവസരത്തിൽ 60 വയസ്സും പിന്നിട്ടിരുന്നു. ഇതൊക്കെ ഒരു മുക്കല്ലഫായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. വഹിയുമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നത് 40 വയസ്സിന് ശേഷമാണ്. ഓക്കെ, പൂർണ്ണമായ ശേഷമാണ്. മക്കയിൽ പിന്നെ അതിന് ശേഷം വഹിന് ശേഷം മക്കയിൽ 13 വർഷം നിന്നു. പിന്നെ മദീനയിൽ പോയി 10 വർഷം നിന്നു. ആ സുമത്തവഫൽ മദീനത്ത് ബാദ് ആശറ സനീന. പിന്നെ ഹിജറ ഉണ്ടായത് വഹി കിട്ടി 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി. 13 വർഷങ്ങൾക്ക് ശേഷം 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജറ വന്നു. ആ ഹിജറ വന്ന 10 വർഷം അവിടെ നിന്ന് 63-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്ന സലാത്തും വസിത്തൂന സനയായിരുന്നു സഹിയായ അഭിപ്രായ പ്രകാരം. പിന്നെ നബിയുടെ മക്കൾ വസബാത്തുൻ ഔലാദുഹു ഹും ഖാസിമു. അദ്ദേഹം സബാത്തുൻ 7 ആളുകളാണ്. ഔലാദുഹു അല്ലേ, അതന്നല്ലേ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത്? വസബാത്തുൻ ഔലാദുഹു 7 ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ നബിയുടെ മക്കൾ. ഹും അവർ ഖാസിം, സൈനബ്, റുഖയ്യ, ഫാത്തിമയാണ്. യാ ഫാഹിമി മനസ്സിലാക്കുന്ന വ്യക്തിയെ അതൊക്കെ മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞത്. ഇതിൽ ചെറിയ എന്തുണ്ടാവും? മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് മറ്റൊരു നുസ്ഖ ആയതുകൊണ്ടാണ്, മറ്റൊരു ഇതായതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അതിലും സമയങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കുക. ആ ഭാഗങ്ങൾ നബിയുടെ മക്കൾ ആരൊക്കെയാണ് എന്നാണ്. നബിയുടെ മക്കൾ 3 ആൺമക്കളും 4 പെൺമക്കളുമാണ്. അതിന് വിശദീകരണം ഖാസിം, അബ്ദുള്ള തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ആരൊക്കെയാണ്? ഖാസിം, അതുപോലെ തന്നെ അബ്ദുള്ള, ഇബ്രാഹിം അല്ലേ. പിന്നെ പെണ്ണുങ്ങളാകുമ്പോൾ പെണ്ണുങ്ങൾ മീൻസ് പെൺകുട്ടികൾ ആരൊക്കെയാണ്? സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം ഇവരൊക്കെയാണ്. ഇനി ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹി ഇവിടെ പറഞ്ഞ ആളുകളൊക്കെ 6 പറഞ്ഞല്ലോ. ഖാസിം, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുള്ള ഇവരൊക്കെ എന്താണ്? മിൻ ഖദീജത്തുൽ കുബ്ര, പരിശുദ്ധമായ പരിശുദ്ധവതിയായ ഖദീജ ബീവിയിൽ നിന്നുള്ളതാണ്. സുക്കിന അറിയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധവതിയായ എന്ന അർത്ഥത്തിനിക്ക് ബിതർത്തീബിൻ സുക്കിൻ, ഈ ക്രമപ്രകാരം അത് അറിയപ്പെട്ടതാണ് എന്നർത്ഥം. പിന്നെ അടുത്തെന്താണ്? അത്താഹു ഇബ്രാഹിമു മിൻ സുരിയ ഫഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിലുണ്ടായ ഇബ്രാഹിം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകനും. ഇബ്രാഹിം ബിൻ മാരിയ ഖിബ്തിയ അൽ മുഖൗഖിസ് കൊടുത്തതാണ് ഈ മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമയെ മിസ്രിലെ മുഖൗഖിസ് കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തായിരുന്നു. ഈ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ മകൻ. ഓക്കെ, മദീനയിൽ വെച്ച് അവസാനം, അഥവാ മദീനയിൽ വെച്ച് തന്നെ അവസാനം. പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ മദീനയിൽ വെച്ച് ജനിച്ച കുട്ടി ആരാണ്? ഇബ്രാഹിമാണ്. ബഖിയത്ത് ഔലാദി മിന ദുക്കുർ വൽ ഇന്നാസ് വലദ ബി മക്ക, അവരൊക്കെ ജനിച്ചത് എവിടെയാണ്? മക്കയിൽ വെച്ചാണ്. പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചപ്പോൾ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാ അബ ഇബ്രാഹിം എന്ന് വിളിച്ചു. പിന്നെ
പിന്നെ നമ്മളെ കവിതയിലുള്ളത് എന്താണ്, അവരൊക്കെ അതിനു മുമ്പുള്ള ഇബ്രാഹിം അല്ലാത്തവരൊക്കെ ഖദീജ ബീവിയാണ് അവരുടെ ഉമ്മ. എന്നാൽ ഈ ഇബ്രാഹിം എന്നതിൻ്റെ ഉമ്മ ആരാണ്? മാലത്തുൽ ഖിബ്തിയ്യ എന്ന അടിമ സ്ത്രീയുമാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ ഇതാ വഗൈറു ഇബ്രാഹിമ മിൻ ഖദീജ ഹും സിത്തത്തുൻ ഫഖുദ് ബിഹിം വാലീജ എന്ന് പറഞ്ഞത്. ഒന്നില്ല, ഇബ്രാഹിം അല്ലാത്തവരുടെ ഉമ്മ ആരാണ്? ഖദീജ ബീവിയാണ്. ഖദീജ ബീവിയാണ് ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ഇങ്ങനെ ഇതൊക്കെ നബിയുടെ മക്കളെക്കുറിച്ചും നബിയുടെ ഭാര്യമാരെക്കുറിച്ചും ഒരു മുക്കല്ലഫായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. നബിയുടെ മക്കളെ പേരുകളും നബിയുടെ ഭാര്യമാരുടെ പേരുകളൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏതായാലും അടുത്തത് എന്താ, നബിയുടെ ഭാര്യമാൻദിസ് ഇനിസ്വേത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യർന ഫഖ്തർന നബിയ ഫഖ്തർന എന്നിട്ട് ഫഖ്തർനൽ പ്രശ്നമില്ല, അതിൽ ഫഖ്തർന നബിയൽ മുഖ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ട്. അവർക്കൊക്കെ ഖിയാർ നൽകപ്പെട്ടിരുന്നു. പക്ഷെ അവരൊക്കെ തിരഞ്ഞെടുത്തത് ആരെയാണ്? മുഖ്തഫ, പിന്തുടരപ്പെടേണ്ട പ്രവാചകനായ നബിയെയാണ് അവരൊക്കെ തിരഞ്ഞെടുത്തത്. ആയിഷത്ത്, ഹഫ്സത്ത്, സൗദ, സഫിയ, മൈമൂന, റംല, ഹിന്ദ്, സൈനബ്, അതുപോലെ ജുവൈരിയ, ഇവരൊക്കെ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയ, മുഅ്മിനീങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഉമ്മമാരാണ് അവരെന്നാണ് പറഞ്ഞത്. പിന്നെ വഫാത്തുൽ മുസ്തഫ ഖുയ്യർന ഫഖ്തർന നബിയൽ മുഖ്തഫ കണ്ടല്ലോ. ഇവർ നബിമാരുടെ ഭാര്യമാരെക്കുറിച്ചും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് മുക്കല്ലഫ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തുവഫിയ അൻഹുന്ന തിസ്ഉൻ 9 വഹുന്ന ലാത്തി ഖയ്യർന ഫഖ്തർന അല്ലാഹ വ റസൂലഹു വദ്ദാറൽ ആഖിറ. അവർക്കൊക്കെ ഇഷ്ടം പ്രവർത്തിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകിയിരുന്നു. പക്ഷെ അവരൊക്കെ തിരഞ്ഞെടുത്ത ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മാത്രമായിരുന്നു. ആയിഷ, ഹഫ്സ, സൗദ, സഫിയ, മൈമൂന, റംല, ഇവരെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ വന്നിട്ട് ആയിഷ ബീവി ബിൻത്ത് അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഹുവ അഫ്ളൽ നിസായി ഇൽമൻ വ അമല, ഒരുപാട് പ്രവർത്തനം കൊണ്ട് ഒരുപാട് ഇൽമ കൊണ്ടും ഏറ്റവും അഫ്ളലായ ആയിഷ ബീവി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഖദീജ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കന്യകയെ മാത്രമാണ് വിവാഹിച്ചത്. അതാരെയാണ്? ആയിഷ ബീവിയാണ്. മക്കയിൽ വെച്ച് 9 വയസ്സായപ്പോഴാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴും ആയിഷ ബീവി ഉണ്ടായിരുന്നു. പിന്നെ വഹിയ ബിൻതു സമാനിയ അശറ, എത്രാമത്തെ വയസ്സിൽ നബി വഫാത്താകുമ്പോൾ? 18ാമത്തെ വയസ്സിൽ. പിന്നെ വാശറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅത്തിസിനിൻ 9 വർഷം അങ്ങനെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖുദൂ ശത്ര ദീനികും അൻ ഹാദിഹിൽ ഹമിറ എന്ന് പറഞ്ഞത്. ഇവളിൽ നിന്നും നിങ്ങളുടെ ദീനിൻ്റെ പാതി നിങ്ങൾ എടുത്തുകൊള്ളുക എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ? ആയിഷ ബീവിയുടെ ഇൽമിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ആയിഷ ബീവി. രണ്ടാമത്തത് ആരാണ്? ഹഫ്സ ബീവി. ആയിഷ ബീവിയാണ് ഇൽമിൽ ഏറ്റവും ഉന്നതിയുള്ളത്. പിന്നെ ഹഫ്സ ബീവിയാണ് ആര്? ഉമർ റളിയല്ലാഹുവിൻ്റെ മകളായ. മൂന്നാമത്തത് സൗദ ബിൻത്ത് സംഅയാണ്. നാലാമത്തത് സഫിയ ബിൻത്ത് ഹുയൈ ബിൻ അഖ്തബ് മിൻ ദുരിയത്തി ഹാറൂൻ അഖി മൂസൽ കലീം അലൈഹിസ്സലാം, മൂസാ നബിയുടെ പരമ്പരയിൽപ്പെട്ട അങ്ങനെ വന്നിട്ട് മകളായിട്ടാണ് ആര് വരുന്നത്? സഫിയ ബീവി വരുന്നത്. പിന്നെ അടുത്തത് മൈമൂന ബിൻതുൽ ഹാരിസുൽ ഹിലാലിയ ഖാലത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അമ്മായിയായ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് വന്നത്. പിന്നെ റംല ബീവി ബിൻത്ത് അബി സുഫിയാൻ ബിൻ സഫിയാൻ സഖർ ബിൻ ഹർബ് ഉഖ്ത് മുആവിയ റളിയല്ലാഹുവിൻ്റെ സഹോദരിയായ ആര്? റംല ബീവി. പിന്നെ അടുത്തത് ആരാ? ഹിന്ദും വസൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയ എന്നാണ് പറഞ്ഞത്. വന്നിട്ട് ഹിന്ദ് ബിൻത്ത് അബി ഉമയ്യ. പിന്നെ അടുത്തത് സൈനബ ബിൻത്ത് ജഹ്ഷ്. ഇതിനൊക്കെ വിശദീകരണം, ഇതിൻ്റെ എല്ലാ തർക്ക വിഷയങ്ങളൊക്കെ മുമ്പ് ക്ലാസ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുമ്പ് കേട്ടവർക്കൊക്കെ ഉപകാരപ്പെടും. ഇങ്ങനെ വന്നിട്ട് നമുക്കറിയില്ല ആര്? സൈനബ ബീവി പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, വലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹ എന്നുള്ള ആയത്തൊക്കെ ആര്? സൈനബ ബീവിയിൽ ഇറങ്ങിയതാണ്. പിന്നെ അടുത്ത 9ാമത്തെ ജുവൈരിയ ബിൻത്തുൽ ഹാരിസ് സയ്യിദ് ബനിൽ മുസ്തലിഖ് ഗോത്രത്തിലെ നേതാവായ ഹാരിസയുടെ മകളാണ് ജുവൈരിയ. പിന്നെ ഇവിടെ ലിൽ മുഅ്മിനീൻ ഉമ്മഹാത്തും മർളിയ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരെ? ഭാര്യമാരൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. ഇവിടെ ഫിൽ ഇഹ്തിറാമി, അവരെ ബഹുമാനിക്കണം. വൽ ഇജ്ലാലി, അവർക്ക് വേണ്ട ആദരവ് കൊടുക്കണം. അതുപോലെ തന്നെ വഹിർമത്തി നിക്കാഹി നാല ജമീൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ഈ ഭാര്യമാരെ നബിയുടെ വഫാത്തിന് ശേഷം പിന്നെ ഒരാൾക്കും
വിവാഹം ചെയ്യാൻ അധികാരമില്ലാതെ വിവാഹം ചെയ്യൽ ഹറാമാണ്. അതിന് പരിശുദ്ധ ഖുർആൻ തെളിവുണ്ട്. അന്നബിയ്യ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്തുഹും എന്നുള്ള തെളിവ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരെ വിവാഹം കഴിക്കാനും പാടില്ല. തുഉദൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ തൻകിഹു അസ്വാജൻ മിൻ ബഅദിഹി അബദൻ എന്നുള്ളതുണ്ട്. പിന്നെ മർളിയ എന്ന് വന്നതോ അന്നകുല്ലവാദി മിൻ അസ്വാജ്, ഇവരൊക്കെ എന്താണ്, നബിയുടെ ഭാര്യമാരൊക്കെ മർളിയത്തുലില്ലാഹി, അള്ളാഹുവിനിക്ക് തൃപ്തിപ്പെട്ടവരാണ്. റസൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹുവിനും തൃപ്തിപ്പെട്ടവരാണ്. ലി ത്വഅതിഹിന്ന, അവർ അനുസരിച്ചു ആർക്ക്, ലഹുമ, അള്ളാഹുവിനും റസൂലിനും അവർ അനുസരിച്ചു എന്ന കാരണത്താൽ അവരൊക്കെ തൃപ്തിപ്പെട്ട ആളുകളാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ പറയുന്നത് ബാക്കി വിഷയങ്ങൾ, ബാക്കി സ്വഹാബത്തിനെ കുറിച്ച് ഹംസ റളിയല്ലാഹു അൻഹു നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെയുള്ള ഭാഗങ്ങളൊന്നും കൂടി നോക്കുക. അസ്സലാമു അലൈക്കും.